അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സാഹിത്യോത്സവിന്റെ വേദിയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയട്ടെ. ആരുടെ കഥയാണെന്ന് അറിയുമോ കൂട്ടുകാരെ? ഓ ഖുറൈശികളെ, ഓ ബനു ഹാഷിം സന്തതികളെ, എല്ലാവരും ഒന്ന് വരുവിൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാബയുടെ സമീപം നിന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആരാണത്? നമുക്ക് നോക്കാം. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറാണല്ലോ ഇത്. ഇതു തന്നെയാണ് നമ്മുടെ കഥാപുരുഷൻ. നിപ്രണയം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച റസൂലിന്റെ ഉറ്റത്തോഴൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. യാ റബ്ബ്, ഈ കടുത്ത മുശ്രിക്കുകൾക്കിടയിൽ സിദ്ദീഖ് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. അതാ കലിതുള്ളി മുന്നിട്ട് വരുന്നു. അല്ലാ, എല്ലാം ആളിലേക്ക് വരുന്നുണ്ടല്ലോ. കാണാൻ വയ്യ. കല്ലുകളും വടികളും കൊണ്ട് അതിക്രൂരമായി മർദ്ദനത്തിന് വിധേയനാകുന്നതാ സിദ്ദീഖ്. കൂർത്താണിയും മുള്ളുമടങ്ങി ചെരുപ്പ് ധരിച്ച് ദുഷ്ടനായ ഉത്തുബ ആ മുഖത്തേക്ക് ചവിട്ടുന്നു. അപ്പുറത്ത് നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ് റസൂൽ. അതാ അവിടുത്തെ നേർക്കും ഒരു കല്ല് ചീറിപ്പാഞ്ഞു വരുന്നു. അപ്പോഴേക്കും ശക്തമായ പ്രഹരമേറ്റ് ശരീരം മുഴുവൻ ചതനരന് ബോധം കെട്ടുപോയി സിദ്ദീഖ്. ബോധം വന്നപ്പോൾ തന്റെ വീട്ടിൽ ചുറ്റും കുടുംബക്കാരൊക്കെ കൂടിയിരിക്കുന്നു. തനിക്ക് വേണ്ട മുഖം മാത്രം ആ കൂട്ടത്തിൽ കാണാനില്ല. ആരൊക്കെയോ ഉത്ബയെയും റസൂലിനെയും ചീത്ത പറയുന്നു. ആ നാശിച്ച മുഹമ്മദ് അതിനെല്ലാം കാരണം. എവിടെ ഒരു കൂട്ടുകാരൻ? അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ? ബോധം തിരിച്ചു കിട്ടിയ സിദ്ദീഖിന്റെ ചോദ്യം കേട്ട് കാലിപൂണ്ട കുടുംബക്കാർ ഇറങ്ങിപ്പോയി. ചാവാതെ തന്നെ ഭാഗ്യം. എന്നിട്ടും അബൂബക്കറിന് മതിയായിട്ടില്ല. വീട്ടിൽ കാരണം അവരുടെ വാക്കിന് വിലവാക്കാത്ത ഇവനോടേക്ക് നീ എന്ത് പറഞ്ഞിട്ടാണ് കാര്യം? സിദ്ദീഖ് ശ്രദ്ധിച്ചില്ല. തന്റെ സമീപക്കാരന് തളർന്നിരിക്കുന്ന ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയോ? റസൂലിന് നേരെ കല്ല് വരുന്നത് ഞാൻ കണ്ടതാ. എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഉമ്മ. സിദ്ദീഖ് തങ്ങൾ വാവിട്ട് കരഞ്ഞു. ഉമ്മ അന്തം വിട്ടുപോയി. ഈ അവസ്ഥയിലും കൂട്ടുകാരനോ കണ്ണീരോടെ ഒരു മകനോട് പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ തളർന്നിരിക്കുകയാ. ആദ്യം എന്റെ മോനെ ഇത്തിരി വെള്ളം കുടിക്ക്. ഇല്ല ഉമ്മ, എന്റെ കൂട്ടുകാരനെ കാണാതെ ഒരു തുള്ളി വെള്ളം എന്റെ തൊണ്ടക്കുയിൽ ഇറങ്ങില്ല. എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചെന്നെന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചേനെ. എന്റെ കൂട്ടുകാരൻ എനിക്ക് ജീവനാണുമ്മ. എനിക്ക് വേണ്ടി ഉമ്മ അത് ചെയ്തു തരണം. തകർന്നു പോയി മുഖർ. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമോ? ഇതുവരെ എന്റെ മോൻ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. മരണത്തോട് മല്ലിടുന്ന നേരത്ത് എന്റെ മകൻ ആവശ്യപ്പെട്ടതിന് ഞാൻ എങ്ങനെ വേണ്ട നോക്കും. പക്ഷെ എന്തു ചെയ്യും? ഇതറിഞ്ഞാൽ കുടുംബവും ഗോത്രം ഞങ്ങളെ ഒറ്റപ്പെടുത്തില്ലേ? പക്ഷേ പുത്ര സ്നേഹത്തിന്റെ മുന്നിൽ ഉമ്മർ അടിയറ വെച്ചു. ഉമറിന്റെ സഹോദരി ഫാത്തിമയോടൊപ്പം സിദ്ദീഖിനെയും താങ്ങി അവർ കൂരിനുള്ളിൽ അർക്കമിന്റെ വീട്ടിലേക്ക് നടന്നു. വീടടുത്തപ്പോൾ സകലം മറന്നു. സ്നേഹം കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കരഞ്ഞു. ആ സ്നേഹത്തിന്റെ മുന്നിൽ ഉമ്മുഹാരും കരഞ്ഞു പോയി. ഉമ്മയെ ചൂണ്ടി സിദ്ദീഖ് പറഞ്ഞു, നബിയേ, ഇതെന്റെ ഉമ്മയാ. എന്റെ എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അവരെ ഹിദായത്തിലാക്കാൻ അങ്ങൊന്ന് ദുആ ചെയ്യണേ. നബി തങ്ങൾ ആകാശത്തേക്ക് കൈയുയർത്തി ഉമ്മുഹാറിന് വേണ്ടി ദുആ ചെയ്തു. ആ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഉമ്മ സന്തോഷത്തോടെ ഇടറുന്ന കണ്ടത്തോടെ ഉറക്കെ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കൂട്ടരെ,
ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്നേഹം കൊണ്ട് വിരോധങ്ങളെ പട്ടപൊരുത്തി തോൽപ്പിച്ച ഒന്നാം ഖലീഫ. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.